ഇന്ന് ഞാൻ ഇത്തിരി ഒന്ന് തിരുവനന്തപുരം ഭാഷയിൽ നിങ്ങളടുത്ത് വോയിസ് ഓവർ ചെയ്യാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. എന്തിനെന്ന് വെച്ചാൽ കുറേ ദിവസമായിട്ടില്ലേ നമ്മൾ ഓരോരോ തരത്തിലുള്ള ടോണുകളൊക്കെ പറയണത്. നമ്മളപ്പം തിരുവനന്തപുരം ഭാഷ എന്ന് വെച്ച് പിടിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇങ്ങനെ വന്നിരിക്കുമ്പോഴാണ് അതാണ്ട് ഇരുന്നിരിക്കണം നമ്മളൊരു ചെനകര വന്നിട്ട് എൻ്റെ അടുത്ത് ഒന്ന് പുക വലിക്കുമെന്നൊക്കെ ചോദിച്ച്. എനിക്ക് ഈ പുക വലിക്കണ വരെ കണ്ണൊക്കെ കണ്ടുകൂടെ. ഞാൻ അപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞു, എടേ നീ പുക വലിച്ചാൽ നിൻ്റെ കട്ടൻ പുറമാണ്, നീ ചത്തു പോകുമെന്ന് പറഞ്ഞ്. അപ്പോൾ അവനാണെങ്കിൽ അത് അവൻ ആ ചത്തുപോകണ ആക്ഷനൊക്കെ ഞാൻ കാണിച്ചു കൊടുത്ത്, നിങ്ങളിങ്ങനെ ചത്തു പോകുന്ന നാക്കൊക്കെ തള്ളി ഇങ്ങനെ കണ്ണൊക്കെ തള്ളി അങ്ങനെ നിങ്ങളങ്ങ് ചത്തു പോകുമെന്ന് പറഞ്ഞു. അപ്പോഴാണെങ്കിൽ അവനാണെങ്കിൽ അതുപോലത്തെ ആക്ഷൻ കുറച്ചുകൂടെ ഒന്ന് ഓവറായിട്ട് എൻ്റെ അടുത്ത് കാണിച്ച്, എന്നിട്ടാണെങ്കിൽ ഹൈ ഒക്കെ തന്നിട്ട് പോകാനായിട്ട് അങ്ങനെ ഇരുന്നു. അപ്പോൾ ഞാൻ ശരി എന്നാൽ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഇറങ്ങി പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതാണ്ട് വേറെ കുറേ ചൈനീസ് പയ്യന്മാരൊക്കെ വന്നത്. അവരൊക്കെ ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുന്ന കണ്ടിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങളിപ്പോൾ എന്തോ ചെയ്യണോ പരിപാടി എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളിപ്പം പഠിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ചുമ്മാ അല്ല ഇങ്ങനെ അടിച്ചു പൊളിച്ചിരിക്കുന്നത്, പഠിത്തമൊക്കെ ഇങ്ങനെ കഴിയുമ്പോഴാണ് അതിൻ്റെ സന്തോഷമൊക്കെ അങ്ങ് നിന്നോന്നുള്ളൂ എന്ന് ഞാൻ അങ്ങ് പറഞ്ഞ്. അപ്പോഴേക്കും അവന്മാരാണെങ്കിൽ ലവിൻ്റെ ചിഹ്നമൊക്കെ ഇങ്ങനെ കാണിച്ചു തന്നു. അതെന്താടേ ലവിൻ്റെ ചിഹ്നമാണെന്ന് തന്നെ എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് കുറേ ദിവസം എടുത്ത് സംഭവം. പിന്നെയാണ് മനസ്സിലായത് അത് ഹാർട്ടിൻ്റെ ഷേപ്പിലിരിക്കണത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനാണെങ്കിൽ എന്ത് ചെയ്യുന്നത് പറയുമ്പോൾ വേറൊരു പയ്യൻ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടും എന്ന് ഞാൻ വിചാരിച്ചു. കാരണം പെണ്ണുങ്ങളൊന്നും ഇപ്പം വരാറില്ല എന്ന് പറഞ്ഞാൽ ഒരു മരുന്നിന് പോലും ഇല്ല കാണാനായിട്ട്. വന്നാൽ ഇരുട്ടുകളൊന്നും സംസാരിക്കാറില്ല. അല്ലെങ്കിൽ ഉള്ള കുറേ പെൺപിള്ളേരുണ്ട്, അവരെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ പലതരത്തിലുള്ള ചിന്തകൾ എൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെ വന്നു. എന്തെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ വല്ല പെണ്ണുങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോഴേ വല്ല പണിയും കിട്ടും എന്നുള്ള കാര്യം. ആക്ച്വലി അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. കാരണം വേറൊന്നുമില്ല, നിങ്ങളിപ്പോൾ ഈ കുറേ അധികം പെണ്ണുങ്ങളൊക്കെ വരണമുണ്ടല്ലോ, അവളുമാർ വന്നിട്ട് നിങ്ങളടുത്ത് ചാറ്റൊക്കെ ചെയ്യും. ഇതാണ്ട ഇപ്പോൾ ഉദാഹരണത്തിന് ഇതാണ്ട് ഇത് തന്നെ. ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പെണ്ണായിട്ടൊക്കെ തോന്നാം. ചിലപ്പോൾ ഇതൊരു പെണ്ണ് തന്നെ ആവണം നിർബന്ധമൊന്നുമില്ല. കാരണം അപ്പുറത്ത് അവൻ്റെ 2 മൊബൈൽ കാണും. അതിൽ ഒരു മൊബൈലിൽ ഒരു പെണ്ണിങ്ങനെ ചെറിയ മൂവ്മെൻറ്റ്സൊക്കെ നടത്തുന്ന ഒരു വീഡിയോ അവർ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കും മറ്റേ മൊബൈലിൻ്റെ ക്യാമറയിൽ. എന്നിട്ട് അവർ നൈസായിട്ട് അവരെന്തോ ചെയ്യുമെന്നറിയാമോ, നൈസായിട്ട് നിങ്ങളടുത്ത് ഇങ്ങനെ ചാറ്റ് ചെയ്യാൻ തുടങ്ങും. മേ ബി ഇതൊരു പെണ്ണാണെന്ന് തന്നെ ഇരിക്കട്ടെ, ഇതൊരു ട്രാപ്പാണെന്ന് തന്നെ നിങ്ങൾ ആദ്യം അങ്ങ് വിചാരിക്കുക. വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾ പെട്ടുപോകുക അല്ലെങ്കിൽ നിങ്ങൾ തേഞ്ഞ് ഒട്ടിപ്പോവുക, അതാണ് ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. ഇല്ലെന്ന് പറഞ്ഞാൽ ആ പെണ്ണ് വന്നിട്ട് നിങ്ങളടുത്ത് ഇങ്ങനെ സംസാരിക്കാനായിട്ട് തുടങ്ങിയിട്ട് നിങ്ങളടുത്ത് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങും. അപ്പോൾ നൈസായിട്ട് നിങ്ങളിങ്ങനെ പറയും, ഇതാണ് എൻ്റെ പേര്, ഇതാണ് മറ്റാണ് മറിച്ചാണ്. ആദ്യം നിങ്ങളുടെ സുഖമാണോ എന്നൊക്കെ ചോദിക്കുക. പറഞ്ഞ് നിങ്ങൾ സുഖങ്ങളൊക്കെ തന്നെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കാനായിട്ട് തുടങ്ങും. അത് കഴിഞ്ഞതിന് ശേഷം നൈസായിട്ട് അവൾ വയസ്സൊക്കെ ചോദിച്ചിട്ട് അവളിങ്ങനെ പറയും, ഞാൻ 10-21 വയസ്സേ ഉള്ളൂ എന്നൊക്കെ പറയും അവൾ. അപ്പോൾ നമ്മളും ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങും. ഞാൻ ഇതിൻ്റെ ഒരു അറ്റം കാണാൻ വേണ്ടിയാണ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. അവസാനം വന്നിട്ട് നിങ്ങളുടെ അടുത്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അടിപൊളിയാണ് മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ പുകഴ്ത്തും. സ്വാഭാവികമായിട്ടും ആണുങ്ങളല്ലേ വീണു പോവും. എന്നിട്ട് സംഭവം എന്ന് പറഞ്ഞാൽ അയാൾ അവസാനം വന്നിട്ട് നിങ്ങളുടെ അടുത്ത് ഇൻസ്റ്റ ഐഡിയ, നിങ്ങളുടെ ജിമെയിൽ ഐഡിയ എന്തെങ്കിലുമൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റ ഐഡിയ ആയിരിക്കും കൊടുക്കുന്നത്. മിക്കവാറും പോപ്പുലറായിട്ട് ചോദിക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റ ഐഡിയ തന്നെയാണ്. അപ്പോൾ ഈ ഇൻസ്റ്റ ഐഡിയ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞാൽ അടവടല മൂഞ്ചി പോകും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. വേറൊന്നുമില്ല, ഈ സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വാഭാവികമായിട്ട് ഇൻസ്റ്റയിലുകൾ അടുത്ത് വന്നിട്ട് നിങ്ങളടുത്ത് ചാറ്റ് ചെയ്യും. നിങ്ങളടുത്ത് വന്നിട്ട് ചാറ്റ് ചെയ്തിട്ട് സംഭവം അവൾ വന്നിട്ട് നിൻ്റെ അടുത്ത് ചോദിക്കാൻ പറ്റുക, നിങ്ങളുടെ അടുത്ത് മറ്റേ കുറച്ച് നഗ്ന വീഡിയോസൊക്കെ അയച്ചു തരാൻ ചോദിക്കും. കുറേ കഴിഞ്ഞിട്ടായിരിക്കും ചോദിക്കണം സംഭവം. അപ്പോൾ നിങ്ങളെല്ലാം ഈ മൈറ്റ് ഉത്തേജിപ്പിക്കുന്ന പലതരത്തിലുള്ള സംസാരങ്ങളൊക്കെ സംസാരിക്കുക മതിയാ. മൊത്തം ചാറ്റിങ്ങാണ് സംഭവം. ചാറ്റ് ചെയ്തിട്ടായിരിക്കും ചോദിക്കുന്നത്. ഇൻസ്റ്റയിൽ വന്നിട്ടുള്ള പരിപാടിയാണ് ഞാൻ പറയണത്. എന്നിട്ട് ഇവൾ നിങ്ങളടുത്ത് നിങ്ങളുടെ മറ്റേ പ്രൈവറ്റ് പാർട്സൊക്കെ അയച്ചു തരാനൊക്കെ ചോദിക്കുക. അയച്ചു കൊടുക്കണ വേട്ടാവളിയന്മാരൊക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയാനില്ല. മോന്ത ഉൾപ്പെടെ അവന്മാർ അയച്ചു കൊടുത്ത് അവസാനം ഇതൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നൈസായിട്ട് ബ്ലാക്ക് മെയിലിങ് തുടങ്ങും. എന്നിട്ട് ഭീഷണിപ്പെടുത്തും. എന്നിട്ട് പറയും, ഇത്ര രൂപ കൊണ്ട് തന്നില്ലെങ്കിൽ നിൻ്റെ കുടുംബത്തിൽ അയച്ചു കൊടുക്കും, മറ്റേ അയച്ചു കൊടുക്കും എന്നൊക്കെ പറയും. നീയൊക്കെ തേഞ്ഞൊട്ടി പോകും. അതാണ് പറയണത്. ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അറ്റം കാണാൻ വേണ്ടിയാണ് പോയത്. അപ്പോൾ നിങ്ങളൊക്കെ ചോദിക്കും, ചൊറിഞ്ഞുകൊണ്ട് വരും, നീ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലല്ലേ നീ ഇത് പറയണമെന്ന്. അപ്പോൾ നമ്മളൊരു കാര്യം ഇറങ്ങിത്തിരിക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, റിസർച്ച് ചെയ്തിട്ട് ഇതെന്തൊക്കെയാണ് സംഭവം ഇതിലുള്ളത്, എന്തൊക്കെയാണ് ചതിക്കുഴികളുള്ളതെന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഇതിലോട്ട് പോണത് തന്നെ. പക്ഷേ നമുക്ക് പണി കിട്ടാനുള്ള വഴികൾ നമ്മൾ ആദ്യമേ നോക്കും. അപ്പോൾ ഇതിൽ പണി കിട്ടുമെന്ന് നമ്മൾ നേരത്തെ അറിഞ്ഞിട്ട് തന്നെയാണ് ഇതിലോട്ട് വരുന്നത്. അപ്പോൾ ഇതിലുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റ ഐ ഡി ഒരിക്കലും കൊടുക്കരുത്. ഇൻസ്റ്റ ഐ ഡി എന്നല്ല, നിങ്ങൾ ജിമെയിൽ ഐ ഡിയാ, ഫോൺ നമ്പറാ,
നിങ്ങൾ എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് ഒന്നും ഒരിക്കലും കൊടുക്കരുത്. അതൊരു ഇൻഡിവിജ്വൽ പേഴ്സൺ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ഇതുപോലുള്ള സംഭവം നമ്മൾ ചുമ്മാ എന്താ ടൈം പാസിന് വേണ്ടി ഒരു ഫണ്ണിന് വേണ്ടി നമ്മൾ ഇതിലൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ കളഞ്ഞിട്ട് അങ്ങ് പോകണം. അത് അവിടെ തീർന്ന്. അല്ലാതെ പിന്നെ അതും ചനത്തി കൊണ്ടിരുന്ന അവസാനം നമുക്ക് പണി കിട്ടുമെന്ന് പറയുമ്പോൾ നല്ല മുട്ടൻ പണി, ചിമുട്ടൻ പണി കിട്ടും. പടക്ക് പണിയായിരിക്കും. ഒരു രക്ഷയില്ല മോനെ. തേഞ്ഞ് ചെവിലൊട്ടിപ്പോവും അവസാനം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളതിനൊക്കെ ഒന്ന് സൂക്ഷിക്കുക. അപ്പോൾ പിന്നെയെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഈ സംഭവം എന്ന് പറഞ്ഞാൽ പിന്നെ ഏതെങ്കിലുമൊക്കെ ഒരു രാജ്യത്തിരുന്ന് പണി തരണമായിരിക്കും. അപ്പോൾ വേറെ വല്ല രാജ്യമായിരിക്കും. അപ്പോൾ നിങ്ങൾ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നൈസായിട്ട് ബാങ്ക് ഹാക്ക് ചെയ്തതല്ലേ, അക്കൗണ്ട് ഹാക്ക് ചെയ്താൽ സൈബർ കേസിൽ പരാതി കൊടുത്താൽ പോലും ഒരു തേങ്ങയും നടക്കത്തില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ഇത് ഇൻ്റർനാഷണൽ ട്രാൻസ്ഫറൊക്കെ നടത്താനുള്ള സംവിധാനമൊക്കെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അതൊക്കെ നിങ്ങളങ്ങനെ ആലോചിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇൻ്റർനാഷണൽ ട്രാൻസ്ഫറിൽ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് പൈസ ആവശ്യപ്പെട്ടു. അവസാനം ഈ ഇട്ടിരിക്കുന്ന ജട്ടി വരെ ഊരി വിൽക്കേണ്ട അവസ്ഥ വരും. അതാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ വേറൊരു പയ്യനെ അങ്ങനെ പരിചയപ്പെട്ടു. അപ്പോൾ സംഭവം അണ്ണൻ മ്യൂസിക്കൊക്കെ കേട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് സംസാരിക്കണുണ്ടായിരുന്നു. പേരൊക്കെ ചോദിച്ചപ്പോൾ അണ്ണൻ ഇങ്ങനെ പേരൊക്കെ പറഞ്ഞ് എന്നിട്ട് അണ്ണ ഒരു കുപ്പിയൊക്കെ എടുത്ത് കാണിച്ചു തന്നു. സംഭവം ഞാൻ അടിക്കത്തില്ല. അടിക്കാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു അണ്ണ താല്പര്യമില്ല. അങ്ങനെ ഞാൻ പോകാൻ തീരുമാനിച്ചു. ഞാൻ അങ്ങനെ വിട്ടു.